ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനർ നെക്കായിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു നെക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ള 2 മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ്. ഞാനിത് ചെയ്യുന്നത് ഗാദേർഡ് കുർത്തിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒന്നും കാണിക്കുന്നില്ല, നെക്ക് മാത്രമാണ് കാണിക്കുന്നത്. എൻ്റെ മുമ്പത്തെ വീഡിയോയിലെല്ലാതും ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ ഡീറ്റെയിൽഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ യോക്ക് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് പേപ്പർ ക്യാൻവാസാണ്. ഇതിനകത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എടുക്കുന്നത് 3.25 അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനോട് കൂടി 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എത്രയാണോ നെക്ക് ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യുക. എനിക്ക് 5.5 വേണ്ടത്, അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ റൗണ്ട് ഷേപ്പാക്കി വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ടെടുത്ത് 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇങ്ങോട്ട് നമുക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ടൊരു 6 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് നോർമൽ കുർത്തി ആണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഓപ്പൺ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഗാദേർഡ് കുർത്തി ആയതുകൊണ്ട് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങോട്ട് നമുക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ നെക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇവിടുന്ന് നമുക്ക് ഇതൊന്ന് ചെറിയ സ്ലൈറ്റായിട്ട് നമുക്കൊന്ന് വരച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ നെക്ക് വരിക. ഉണ്ടോ? ഇങ്ങനെ 2 പീസുകളാണ്. ഈ പീസുകൾ നമുക്ക് 2 എണ്ണം കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ എൻ്റെ കുർത്തിയിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനൊരു പീസ് എടുത്തിട്ട് ഇതിനകത്താണ് ഞാൻ ക്യാൻവാസ് അയൺ ചെയ്ത് പേസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ കുർത്തീൻ്റെ നല്ല വശം, അതായത് യോക്ക് പീസിൻ്റെ നല്ല വശത്ത് നമ്മളുടെ ലൈനിങ്ങിൻ്റെ നല്ല വശം പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു നോച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ മിഡിൽ കാണാൻ പറ്റും. യോക്ക് പീസിനകത്തും ഇതിനകത്തും, അതായത് ലൈനിങ്ങിനകത്തും ഇതേമാതിരി നോച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക, മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ മുന്നേ നമ്മളുടെ മറ്റേ പീസുകൾ ഞാൻ ഇങ്ങനൊരു ക്ലോത്തിനകത്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്ക് സൈഡിലായാലും നമുക്ക് ഇങ്ങനെ അയൺ ചെയ്തെടുക്കണം. മൊത്തം 4 പീസാണ് വേണ്ടത്. കണ്ടോ? ഇനി നമുക്ക് നമ്മളെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മറിച്ച് കൊടുക്കണം. നമ്മൾ മറിച്ചെടുത്ത് ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നല്ലൊരു ലേസ് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഒരു പ്ലാക്കറ്റാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഏകദേശം ഒരു 4 ഇഞ്ച് വീതിക്ക് തുണി എടുത്തിട്ട്, ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 5 ഇഞ്ചാണ്. ഇത് നമുക്ക് രണ്ടാക്കി ഇങ്ങനെ മടക്കി അയൺ ചെയ്തെടുത്തതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം നമ്മളുടെ വീഡിയോയിൽ, അതായത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ നെക്ക്, അതായത് ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ അടിയിൽ നമ്മളെ മറ്റേ പീസും കൂടി വെച്ചിട്ട് വേണം, അതായത് 2 പീസും നല്ല വശവും കൂടി പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ പേപ്പർ ക്യാൻവാസിൻ്റെ ഈ ഒരു ഇതിൽ ടച്ച് ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡെല്ലാം കട്ട് ചെയ്ത് ചെറിയ സ്ലാഷസ് ഇട്ട് നമുക്കിതൊന്ന് മറിച്ച് കൊടുക്കണം. 2 സൈഡിലും നമ്മൾ ക്യാൻവാസ് ഇടാൻ കാരണം കുറച്ച് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മറിച്ചെടുത്ത് ഇത് വീണ്ടും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്താണ്. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എഡ്ജെല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരുപാട് സ്റ്റിച്ച് ലൈൻസ് ഇങ്ങനെ കാണും, അതിനാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മളുടെ പീസ് വരുന്നത്. അങ്ങനെ നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെ നെക്ക് നമ്മൾ മറിച്ചെടുത്തിട്ട് നമുക്ക് ഈ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് മടക്കി വെച്ച് കൊടുക്കണം. മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഈ എഡ്ജ് നമ്മൾ ഈ ഒരു പോയിൻ്റ് എത്തുമ്പം നമ്മൾ നീഡിൽ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് വളരെ പതുക്കെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പം നമ്മൾ എടുത്ത് വെച്ച പ്ലാക്കറ്റ് ഇവിടെ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഈ വീഡിയോക്കകത്ത് ഞാൻ ലൂപ്പുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെനിക്കൊരു ഡിസൈൻ ഒരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ ലൂപ്പുകൾ മാറ്റിയിട്ടുണ്ട്. ഞാൻ ബട്ടൺസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മാറ്റാൻ കാരണം എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ബട്ടൺ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഇത് മാറ്റിയത്. ലൂപ്പ് വെച്ചിട്ട് വളരെ പതുക്കെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരിക. ഈ സൈഡിലും ഇതേമാതിരി നമ്മൾ ലേസ് ആദ്യം മടക്കിയിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടുന്ന് മറ്റേ എഡ്ജ് വരെയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്റ്റിച്ച് ചെയ്ത് വെച്ച പീസ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട്, അതായത് ഈ ലേസിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. വളരെ പതുക്കെ ചെയ്യുക.
സ്റ്റിച്ച് നല്ല പ്രോപ്പറായിട്ട് ഈ ലേസിൽ തട്ടണം. ഈ ലേസിന്മേലാണ് ഈ ഒരു ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ വളരെ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളുടെ കുർത്തി വരുന്നത്. ഞാൻ ലൂപ്പുകൾ മാറ്റി ഇങ്ങനെ ബട്ടൺസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വുഡൻ ബട്ടൺസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ ബട്ടൺ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള ബട്ടൺ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു കുർത്തിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.